കുട്ടികളിലുള്ള മൊബൈൽ അഡിക്ഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ പറയുന്നത് വലിയ ആളുകളിലുള്ള മൊബൈൽ അഡിക്ഷനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നി കുട്ടികളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കുട്ടികളുടെ അഡിക്ഷന് ഒരു പരിധി വരെയുള്ള കാരണം മാതാപിതാക്കളാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന, അതായത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ശരിയാണ്, നമ്മളുടെ ഫോൺ നമുക്ക് ഭയങ്കര അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. എന്ത് കാര്യങ്ങളും നടക്കുന്നത് ഈ ഫോണിലൂടെയാണ്. അപ്പോൾ ഫോൺ ഒഴിവാക്കുക, കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളത് ഈ നൂറ്റാണ്ടിൽ എന്തായാലും പോസിബിൾ അല്ല. പക്ഷെ ഈ ഫോണിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഉണ്ടാവുന്ന കാര്യം, നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി വെറുതെ എവിടെയെങ്കിലും, ഇപ്പോൾ കല്യാണ വീടുകളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ അറിയാം, പണ്ടത്തെ കല്യാണ വീടുകളിലെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എല്ലാവരും കൂടി ചേർന്ന് സംസാരിക്കുകയൊക്കെ ആയിരിക്കും. കാരണം ഒരുപാട് കാലം കൂടി കാണുന്ന ബന്ധുക്കളൊക്കെ പരസ്പരം സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് കല്യാണ വീടുകൾ. ഇപ്പം അങ്ങനെയല്ല. എല്ലാ കല്യാണ വീടുകളിലും 200 കസേരയിൽ 200 ആളുകൾ തിരിഞ്ഞും മറിഞ്ഞും ഇരുന്ന് അവരവരുടെ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇത് ആരുടെയും കുറ്റം കൊണ്ടല്ല, ഇതാണ് ഈ നൂറ്റാണ്ടിൽ ഉണ്ടായ പ്രധാന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബന്ധങ്ങളിലുള്ള ഊഷ്മളത നഷ്ടപ്പെടുകയാണ്. നമുക്ക് ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ മക്കൾക്കോ പാർട്ട്ണറുമായിട്ടോ സുഹൃത്തുക്കളോ ആയിട്ടോ ഒന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് പ്രഹസനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ സെഷൻ മാത്രമാണ് നടക്കുന്നത്. അതിനുശേഷം വേറെ നല്ലൊരു ടൈം സ്പെൻഡിങ് അവിടെ നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഫോൺ കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കും. നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടെ അത് കൊണ്ടുവന്ന് വെക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? നിങ്ങളെക്കാളും എനിക്ക് ഇമ്പോർട്ടൻസ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോണാണ്. അതുപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഫോൺ എടുത്തോണെന്ന് വെക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്തിരിക്കുമ്പോൾ കയ്യിൽ ഫോൺ വെക്കാറുണ്ടോ? പാർട്ട്ണറിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ കയ്യിൽ ഫോണുണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിചാരിക്കുക, നമ്മൾ ഏത് വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ റെലവൻസ് കൊടുക്കുന്നത് ആ വ്യക്തിക്കല്ല, ആർക്കാണ്? ഫോണിനാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ അടുത്തുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ റെലവൻസ് നമ്മുടെ ഫോണിനാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ 24 hours ഫോണിനെ ഒന്ന് നിരത്ത് വയ്ക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളോട് ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയാൻ എന്ത് അവകാശമാണ് നമുക്കുള്ളത്?